ഇന്നത്തെ കാലത്ത് പല ചെറുപ്പക്കാരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ലിംഗത്തിൻ്റെ വളവ്. പുറത്തു പറയാനോ മറ്റുള്ളവരോട് തുറന്നു പറയാനോ ചികിത്സ നേടാനോ ഒക്കെയുള്ള മടിയും നാണക്കേടും കാരണം പലരും ഇത് പുറത്തു പറയാനാവാതെ ഉള്ളിലൊതുക്കി പലവിധ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. ഇതുമൂലമുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണം വിവാഹമേ വേണ്ട എന്ന് വെച്ചിട്ട് വിവാഹം കഴിക്കുന്നതിൽ നിന്ന് പോലും വിട്ടു നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. എന്താണ് ശരിക്കും ലിംഗത്തിൻ്റെ വളവിനുള്ള കാരണം? ചികിത്സ തേടേണ്ട ഒന്നാണോ ഇത്? ശാരീരിക ബന്ധങ്ങൾക്ക് ഇതൊരു പ്രശ്നമാകുമോ? തുടങ്ങിയ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് ഉദാഹരണം എന്താണെന്ന് നോക്കാം. പുരുഷലിംഗം അനേകം ടിഷ്യൂകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലൈംഗികമായ ഉത്തേജനം തരുന്ന കാഴ്ചകളോ സ്പർശനമോ സംഭവിക്കുമ്പോൾ ഈ ടിഷ്യൂകൾക്കുള്ളിലുള്ള അറകളിലേക്ക് രക്തം പ്രവഹിക്കുകയും ലിംഗത്തിൻ്റെ വലുപ്പവും വണ്ണവും നീളവും ഒക്കെ കൂടുന്ന അവസ്ഥയാണ് ഉദ്ധാരണം അഥവാ ഇറക്ഷൻ എന്ന് പറയുന്നത്. സാധാരണയായി സ്ട്രെയിറ്റ് ആയിട്ടാണ് ലിംഗം ഉദ്ധരിക്കുന്നത്. എന്നാൽ ചില വ്യക്തികൾ ലിംഗം മുകളിലേക്കോ താഴേക്കോ ഇടത്തോട്ടോ അല്പം വലത്തോട്ടോ ഒക്കെ ആയിരിക്കും ഉദ്ധരിക്കുന്നത്. ഇതിനെ പീനയിൽ കർവേച്ചർ എന്ന് പറയുന്നു. 1994 കിൻസി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സ്ഥാപനം പീനൽ കർവേച്ചറിനെ കുറിച്ച് പഠിക്കാൻ 1500ഓളം പുരുഷന്മാരുടെ ഒരു സർവേ എടുത്തു. അതിൽ 80% ആൾക്കാരുടെ ലിംഗം സ്ട്രെയിറ്റ് ആയിട്ടും ബാക്കി 20% പേരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ദിശയിലേക്ക് വളവുള്ളവരും ആയിരുന്നു. ഈ പഠനത്തിൽ നിന്നും എത്തിയ നിഗമനം ഇങ്ങനെയായിരുന്നു: പീനൽ കർവേച്ചർ ഉള്ളവരിൽ ഭൂരിഭാഗം പേരും ജന്മന ഉള്ളവരും ഏകദേശം 25% താഴെ ആൾക്കാരിൽ റഫായിട്ടുള്ള സ്വയംഭോഗ രീതിയിലൂടെ റഫായിട്ടുള്ള സെക്സിലൂടെയൊക്കെ ലിംഗത്തിന് ഏതെങ്കിലും തരത്തിൽ ക്ഷതം സംഭവിച്ചിട്ട് അതങ്ങനെ വളവുണ്ടായവരും ആയിരിക്കും. എന്നാൽ സെക്സോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ലിംഗത്തിലെ വളവ് ഒരു തരത്തിലും നമ്മുടെ സെക്സ്വൽ ലൈഫിനെ ബാധിക്കുന്നതല്ല. മാത്രമല്ല ലൈംഗിക സുഖത്തിനോ പങ്കാളിയെ തൃപ്തിപ്പെടുത്തുന്ന കാര്യത്തിലോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പീനൽ കർവേച്ചർ ഒരു ചികിത്സയും വേണ്ടെന്നാണോ ഇതിന്? അങ്ങനെയല്ല കേട്ടോ. ചില അവസരത്തിൽ ചികിത്സ വേണ്ടി വന്നേക്കാം. ലിംഗത്തിൻ്റെ വളവ് 30 ഡിഗ്രിക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെക്സ് തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടണം. ഇന്ന് ഒരുപാട് നൂതനമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളൊക്കെ ലഭ്യമായതിനാൽ വേഗം തന്നെ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. ലൈംഗികപരമായ സംശയ ദൂരീകരണത്തിനും അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം.